നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച് നിർത്തിയ സൂപ്പർ ഹ്യൂമൻ പവറുള്ള വംശത്തെക്കുറിച്ച് സംസാരിക്കേണ്ടായി. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഗന്ധർവന്മാർ മുതൽ കിൻപുരുഷന്മാർ വരെയുള്ളവരെ പറ്റിയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയാൻ വിട്ട ഒന്ന് രണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇങ്ങനെ സൂപ്പർ ഹ്യൂമൻ പവർ ഉള്ളവരെ നമ്മൾ സെമി ഗോഡ്സ്, അർദ്ധദൈവങ്ങൾ, അല്ലെങ്കിൽ ദൈവങ്ങൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു വംശമായിട്ടാണ് പറയുന്നത്. എങ്കിൽ പോലും അതിൽ നിന്ന് പലരും ദൈവിക ഗുണങ്ങൾ, അവരുടെ ആത്മീയ തലങ്ങൾ ഉയർത്തിക്കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്തിട്ട് അവർ ഇപ്പോൾ ഉള്ള ഡയമെൻഷനിൽ നിന്നും വലിയ ഡയമെൻഷനിലേക്ക് പോയിട്ട് അവരെ ദൈവങ്ങളായിട്ട് തന്നെ പലരെയും കണക്ക് കൂട്ടാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, യക്ഷന്മാരിൽ കുബേരനെ സമ്പത്തുകളുടെ ദൈവം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗരുഡനെ ദൈവമായിട്ടാണ് കാണുന്നത്. ഗരുഡൻ, അദ്ദേഹത്തിൻ്റെ ശക്തി അത്ര വലുതായിരുന്നു. അദ്ദേഹം ദേവലോകത്ത് പോയി, അതായത് സുരലോകം എന്ന് വേണം പറയാനായിട്ട്. ഒരു ചെറിയ കൺഫ്യൂഷൻ ഇവിടെയുണ്ട്. നമ്മൾ ദൈവങ്ങളെ പറ്റി പറയുമ്പോൾ ഇവരും ഒരു ഹയർ ഡയമെൻഷനിൽ, അതായത് സാധാരണയുള്ള സെമി ഗോഡ്സിൻ്റെ അടുത്ത ഡയമെൻഷനിലേക്ക് പോയവരാണ് ദൈവങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം ഒരേ ലെവലിലുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ ദേവലോകത്ത് പോയിട്ട് ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്ത് അവിടുന്ന് അമൃതം എടുത്തുകൊണ്ട് വന്ന ആളാണ് ഗരുഡൻ. അപ്പോൾ എത്ര ശക്തനാണ് എന്ന് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈശ്വരനായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഹനുമാനെ ഏറ്റവും ശക്തിയുള്ള ഒരു ദൈവമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ അത്രയ്ക്ക് നോളജുള്ള ഒരാളാണ് ഹനുമാൻ. അപ്പം നമ്മൾ പറയുന്നതിൽ ഏറ്റവും അറിവുള്ള ആളുകളിൽ ഒരാളായിട്ട് കണക്ക് കൂട്ടുന്നത് ഹനുമാനെയാണ്. അപ്പം നമുക്ക് ബാക്കി ആരെല്ലാം ഉണ്ട് എന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് അത്രയ്ക്കും അറിവ് ആത്മീയ തലത്തിൽ ഉയർത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈശ്വരനായിട്ട് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളും ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാഗകളെ പറ്റിയിട്ട്, പിന്നെ വാൽക്കല്യാസിനെ പറ്റിയിട്ടും വിദ്യാധരന്മാരെ പറ്റിയിട്ടുമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 വംശങ്ങളാണിത്. ആദ്യം തന്നെ നമ്മൾ വാൽക്കല്യാസ് എന്താണെന്ന് നോക്കാം. വാൽക്കല്യാസിനെ പറ്റി പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ തമ്പലീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കഥയുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു തമ്പിൻ്റെ, അതായത് നമ്മുടെ പെരുവിരലിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ആ കഥ വായിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഒരു തമ്പിൻ്റെ വലിപ്പമുള്ള ഒരു പെൺകുട്ടി എന്ന്. എങ്ങനെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ വായിച്ചപ്പോഴാണ് വാൽക്കല്യാസിനെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പ്രതിപാദിച്ചിട്ടുണ്ട്. പല ഗുരുക്കന്മാരും അവരെ കണ്ടതായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ അവരെ പറ്റി ഒരുപാടിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാൽക്കല്യാസ് ഈ പെരുവിരലിൻ്റെ വലിപ്പം മാത്രമുള്ള ഋഷിമാരാണ്. അവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രൊട്ടക്റ്റേഴ്സാണ്. പ്രൊട്ടക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏഞ്ചൽസിനെ പോലെ നമുക്ക് കണക്ക് കൂട്ടാം. അങ്ങനെയുള്ള വിരലിൻ്റെ വലിപ്പം മാത്രമുള്ള ഋഷിമാരാണ് വാൽക്കല്യാസ്. അവരെന്താണ്, നമുക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നതെന്ന് നോക്കിയാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം അതുപോലെ തന്നെ ഭൂമിയിലെത്തിയാൽ അത് ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മളെ അങ്ങനെ വരുന്ന, സൂര്യനിൽ നിന്ന് വരുന്ന, നേരിട്ട് വരുന്ന പ്രകാശരശ്മികളിൽ നിന്നും രക്ഷിക്കുന്നവരാണ് വാൽക്കല്യാസ്. അവർ സൂര്യൻ്റെ ആ പ്രകാശകിരണങ്ങളെ തടഞ്ഞ് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രകാശങ്ങൾ മാത്രമേ ഇങ്ങോട്ട് കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ ഇവർ 60,000-ഓളം വാൽക്കല്യാസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വാൽക്കല്യാസ് സൂര്യൻ്റെ കൂടെ സഞ്ചരിച്ച് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള, ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ള പ്രകാശങ്ങൾ മാത്രം ഭൂമിയിലേക്ക് കടത്തിവിടുന്നവരാണ്
വാൽക്കല്യാസ്. അപ്പോൾ അവരൊരു വലിയ സർവീസാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓസോൺ പാളികൾ പോലെ പെരുമാറുന്ന ആളുകളാണ് വാൽക്കല്യാസ്. അവർ ട്രാൻസ്പെറൻ്റ് ആണ്, അല്ലെങ്കിൽ വെളുത്തതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വെളുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നതെന്ന് എനിക്കറിയാം. ഇത് ഉദ്ദേശം ആ വെളുപ്പല്ല, ഒരു ട്രാൻസ്പെറൻ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറം കാണാൻ പറ്റുന്ന പോലുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, വെള്ളം പോലെ എന്ന് ഞാൻ പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അത് വിദ്യാധരാസ്. വിദ്യ സാധാരണഗതിയിൽ അറിയാലോ, വിദ്യ എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെങ്കിൽ സരസ്വതി അങ്ങനെയൊക്കെ പറയാറുണ്ട്. വിദ്യാധര മീൻസ് ദ പേഴ്സൺ ഹൂ ഈസ് വിയറിങ് വിദ്യ. വിദ്യയെ ധരിക്കുന്നവൻ ആരോ അവൻ വിദ്യാധരൻ. അതായത് നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളാണ് വിദ്യാധരാസ്. അപ്പോൾ വിദ്യാധരന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിന്നരകളെ പറ്റി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഗന്ധർവന്മാരെ പറ്റിയും അപ്സരസുകളെ പറ്റിയും പറഞ്ഞ പോലെ മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. അതേപോലെ ഡാൻസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ്, ഒരുപാട് സൗന്ദര്യമുള്ളവരാണ്. അപ്പോൾ ഇവരുടെ സൗന്ദര്യം അത്ര വലുതായിരുന്നു. അതുകൊണ്ട് പല അസുരന്മാരും വിദ്യാധരികളെ കട്ടുകൊണ്ടു പോയതാ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് പലയിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ സൗന്ദര്യമുള്ളവരാണ്. അമ്പലങ്ങളിൽ മറ്റുള്ള ദേവകളുടെ സംരക്ഷകരായി എല്ലാം വിദ്യാധരന്മാരെയും വിദ്യാധരികളെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം വിദ്യാധരന്മാരും വിദ്യാധരികളും നമ്മൾക്ക് നോളജ്, നമുക്ക് വേണ്ട അറിവിനെ സംരക്ഷിക്കുക, നമുക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കുക, അവർക്ക് എങ്ങനെ അറിവ് പകരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിദ്യാധരന്മാർ എന്ന വംശത്തിലുള്ളവരാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വംശമാണ് നാഗാസ്. നാഗന്മാർ കദ്രുവിൻ്റെയും കാശ്യപമുനിയുടെയും മക്കളായിട്ടാണ് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഗന്ധർവലോകം എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക റലം നാഗകൾക്കുണ്ട്, അല്ലെങ്കിൽ നാഗങ്ങൾക്ക് ഉണ്ട്. അവർ നാഗലോകത്താണ് വസിക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഷേപ്പ് ഷിഫ്റ്റിംഗ്, ശരീരത്തിൻ്റെ ആകൃതി മാറ്റാൻ കഴിവുള്ളവരാണ്. മറ്റു പല കഴിവുകളുള്ളതാണ്. ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ഒരുപാട് കഴിവുള്ള ആളുകളാണ് നാഗങ്ങൾ. അപ്പോൾ നാഗങ്ങളിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഗങ്ങൾ വാസുകി, അനന്തൻ, അനന്തശേഷൻ, അതേപോലെ തക്ഷകൻ, കാർഗോടകൻ, അങ്ങനെ ഒരുപാട് നാഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു നാഗമാണ് അനന്തശേഷൻ. അപ്പം അനന്തശേഷൻ്റെ ശക്തി അത്രയ്ക്കും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണു കിടക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങുന്നത് അനന്തനാഗത്തിൻ്റെ പുറത്താണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ അനന്തശയനത്തിന് കാരണം ആയിട്ടുള്ളതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നാഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആത്മീയമായ ശക്തി അല്ലെങ്കിൽ സ്പിരിച്വൽ പവറുള്ള ആളുകളെ ആയിട്ടാണ്. ആത്മീയത ഏറ്റവും ഉയർന്ന നിലയിൽ ഉള്ളവർ അല്ലെങ്കിൽ ഉള്ള ഒരു കണ്ടീഷനിലെയാണ് സാധാരണഗതിയിൽ ആത്മീയത പാരമ്യതയിലെത്തി അല്ലെങ്കിൽ നമ്മൾ എൻലൈറ്റ്മെൻറ്റ് സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഷുമ്ന ഒരു പാമ്പായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് എണീറ്റ് നമ്മുടെ തലയുടെ മുകളിലെത്തുമ്പോഴാണ് അവർക്ക് എൻലൈറ്റ്മെൻറ്റ് സംഭവിക്കുന്നത്. അങ്ങനെ ഹൈലി എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരാളാണ് മഹാവിഷ്ണു എന്ന് കാണിക്കാൻ കൂടിയാണ് അനന്തശയനം എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ തലയുടെ മുകളിലായിട്ടാണ് ഫണം അല്ലെങ്കിൽ ഹൂഡ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ആത്മീയതയുടെ പാരമ്യതയിലെത്തിയിട്ടുള്ള ഒരാളായിട്ടാണ് അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ദൈവമായിട്ടാണ് മഹാവിഷ്ണുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ അനന്തശേഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അനന്തശേഷന് അത്രയ്ക്കും നോളജുള്ള ഒരു നാഗത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അധികം നോളജ് ആയിട്ടാണ് അവിടെ റെപ്രസെൻറ്റേഷൻ. അതുപോലെ തന്നെ ശിവൻ്റെ കഴുത്തിലുള്ള വാസുകി ഒരു ഷേപ്പ് ഷിഫ്റ്ററാണ്. ഏറ്റവും നീളം കൂടിയ നാഗത്തിലൊന്നാണ്.
അതും ഇങ്ങനെ ഭക്തി വിടർത്തി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതും ഹൈലി എൻലൈറ്റൻഡ് ആയിട്ടുള്ള ദൈവമാണ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സയൻസിൻ്റെ ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിൻ്റെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യോഗികൾ പറഞ്ഞതുമായിട്ട് ഏതാണ്ടൊക്കെ അംഗീകരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് സയൻസിലും കാണിക്കുന്നത്. റെപ്റ്റീലിയൻ ബ്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ അതും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് അതും. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ വാസുകിയെ പറ്റി പറയുമ്പോൾ വാസുകി ഇതുപോലെ തന്നെ വളരെ അധികം നോളജുള്ള ഒരു നാഗമാണ്. അതിനു മുമ്പ് ഞാൻ അനന്തനാഗത്തെ പറ്റി പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടെ പറയാം. അനന്തനാഗം മറ്റവതാരങ്ങൾ വരെ എടുത്തിട്ടുള്ള ഒരു നാഗമാണ്. ലക്ഷ്മണനായും ബലരാമനായിട്ടും അവതാരമെടുത്തത് അനന്തനാഗമാണ് എന്നാണ് പറയുന്നത്. അതായത് വിഷ്ണുവിൻ്റെ പ്രൊട്ടക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ അവതാരമായ രാമനെയും കൃഷ്ണനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ലക്ഷ്മണനും ബലരാമനായിട്ട് ജനിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാസുകിയിലേക്ക് വരാം. വാസുകി ലോകത്തിൽ വെച്ച് ഏറ്റവും അറിവുള്ള നാഗങ്ങളിൽ, നാഗം എന്നല്ല ഉള്ള എല്ലാ ദേവന്മാരുടെയും ദേവികളുടെയും ഗണത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പോൾ ഹനുമാൻ കൂടെ എല്ലാ അറിവുകളും നേടിയതിന് ശേഷം പാതാള ലോകത്ത് പോയിട്ട് അങ്ങനെ വാസുകി കിടന്നിരുന്ന ഒരു ഫലകത്തിൽ, അതാണ് അവസാനമായിട്ട് അറിയാനുണ്ടായിരുന്നത്. അങ്ങനെ വാസുകിയുടെ അടുത്ത് നിന്ന് ആണ് അത് പഠിച്ചതെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം ഏറ്റവും അറിവുള്ള ഒരാളായിരുന്നു വാസുകി. ഇനിയിപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ അടുത്ത കുറേ നാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം തക്ഷകനാണ്. തക്ഷകൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പരീക്ഷിത്ത് രാജാവിനെ ദംസിച്ചത് തക്ഷകനാണ്. അപ്പോൾ ആ കഥയും ഞാൻ പിന്നീട് പറയാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാർഗോടകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാർഗോടകനും ഒരു ഷേപ്പ് ഷിഫ്റ്ററാണ്. അദ്ദേഹം കാട്ടിൽ വെച്ച് നളനെ രക്ഷിക്കുന്ന കഥകളൊക്കെ ഉണ്ട്. അതും നമുക്ക് പിന്നീട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുമാതിരി ഒരുപാട് കഥകൾ നാഗങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയും വിശകലനം ചെയ്യാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് തന്നെ നാഗന്മാർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ നാഗകുലത്തിൽ ജനിച്ചുവെന്നും എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം നാഗാലാൻഡിലുള്ള ആളുകൾ തന്നെ അവർ നാഗന്മാരാണെന്ന് ഒരു വിശ്വാസമുണ്ട്. അതേപോലെ നാഗന്മാരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യം, നാഗങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന പാമ്പുകളെ നാഗങ്ങൾ എന്ന് പറയാറുണ്ടോ എന്നാണ്. അങ്ങനെ എല്ലാ പാമ്പുകളെയും നാഗങ്ങൾ എന്ന് പറയാറില്ല. ഫണം വിടർത്താൻ കഴിവുള്ള നാഗങ്ങളെ നാഗലോകത്തുള്ള നാഗങ്ങളുടെ കുറേ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ നാഗങ്ങളെ നമ്മൾ പാമ്പുകളെ നാഗങ്ങൾ എന്ന് പറയുമെങ്കിലും അവരെ നാഗങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഇനി കുറച്ച് റെഫറൻസുകൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ എമ്മിന്, ഗുരുവായിട്ടുള്ള ശ്രീ എമ്മിന് നാഗലോകത്ത് നിന്ന് വന്ന ഒരു നാഗം ത്തിൻ്റെ ദർശനമുണ്ടായ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നാഗങ്ങളും ഗരുഡനുമാണ്. ഗരുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗർവ് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് കാണുന്നത്. എന്നാൽ നാഗങ്ങളാകട്ടെ ആത്മീയതയുടെ, സ്പിരിച്വാലിറ്റിയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് നാഗങ്ങൾ പറ്റി പറയുക. അപ്പോൾ നാഗോപാസകന്മാർ സാധാരണ സ്പിരിച്വാലിറ്റിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരും, ഗരുഡന്മാർ എന്താ പറയുക, പ്രൗഢിയുടെ റെപ്രസെൻറ്റേഷനുമാണ്. ഇവർ രണ്ടുപേരും എനിമിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ്സുകാർ അങ്ങനെയുള്ള ആളുകളെല്ലാം ഒരു ഗരുഡ ശക്തിയാൽ മൂവ് ചെയ്യുന്നവരും, അതുപോലെ ആത്മീയതയിലേക്ക് പോകുന്നവരെല്ലാം നാഗശക്തിയാൽ മൂവ് ചെയ്യുന്നവരും ആണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു റെഫറൻസ് രഞ്ജിത്ത് അതിൻ്റെ ഒരു ബുക്കിൽ
അതിനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പേരിൽ എന്തോ ഒരു കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് ആലോചിക്കുന്നത്. പേര് പെട്ടെന്ന് വിട്ടുപോയിട്ടുണ്ട്. ഞാനത് ഇനി കറക്റ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ ഗരുഡ എനർജിയെ പറ്റിയും നാഗ എനർജിയെ പറ്റിയും പറയുന്നത് ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല, അതുകൊണ്ടാണ്. ആ ബുക്ക് ഞാൻ വായിച്ചായിരുന്നു. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് റെഫറൻസ് ഉണ്ട്. അത് നമുക്ക് ഞാൻ ആ ബുക്കിനെ പറ്റി പറയാം. അപ്പോൾ നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് വംശങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അസുരന്മാരെ പറ്റി സംസാരിക്കാനുണ്ട്, സുരന്മാരെ പറ്റി സംസാരിക്കാനുണ്ട്, രാക്ഷസന്മാരെ പറ്റി സംസാരിക്കാനുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള വംശങ്ങളെക്കുറിച്ച് ഇനിയും സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇനി വരുന്ന വീഡിയോകളിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.